മട്ടാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിൽ നാടോടി നൃത്തത്തിന് LP വിഭാഗത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ സരസ്വതി വിദ്യാമന്ദിർ സ്കൂളിലെ മട്ടാഞ്ചേരി സരസ്വതി വിദ്യാമന്ദിർ സ്കൂളിലെ കുട്ടിയാണ് നമ്മോടൊപ്പം ഉള്ളത്. മോളുടെ പേരെന്താണ്? കൃതിക ജി. 3ാം സ്ഥാനമാണ് കിട്ടിയത്. വേറെ എന്തൊക്കെ മത്സരങ്ങളിൽ പങ്കെടുത്തായിരുന്നു? ഭരതനാട്യം ഫസ്റ്റ് ആയിരുന്നു. എത്ര കുട്ടികളുണ്ടായിരുന്നു പങ്കെടുക്കാനായിട്ട്? ഭരതനാട്യത്തില് 5 പേരുണ്ടായിരുന്നു. 5 പേര്. ഫോക്ക് ഡാൻസിലോ 23 പേരുണ്ട്. 23 പേരുണ്ടായിരുന്നു. അതിൽ 3ാം സ്ഥാനം കിട്ടി. അപ്പോൾ ഒട്ടും ചെറിയ കാര്യമല്ല, വളരെ നന്നായി അധ്വാനിച്ചിട്ടുണ്ട്. ടീച്ചറാണോ പഠിപ്പിച്ചത്? ടീച്ചറുടെ ഒരു സപ്പോർട്ടോടുകൂടിയാണ് കുട്ടിക്ക് ഇത്രയും നന്നായിട്ട് മോക്ക് പെർഫോം ചെയ്യാൻ പറ്റിയത്. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? കുഴപ്പമില്ല. പാരന്റ്സ് എന്ത് പറഞ്ഞു? എല്ലാരും നല്ലതാ പറഞ്ഞു, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ടീച്ചർ എന്ത് പറഞ്ഞു? ടീച്ചർ ഉദ്ദേശിച്ച പോലെ ഞാൻ കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സന്തോഷമായോ ടീച്ചർക്ക്? സന്തോഷം. ഇവള് ഉദ്ദേശിച്ചത് തിരിച്ചു തന്നു, അത് തന്നെ ഹാപ്പി. എത്ര നാളായി സ്റ്റുഡന്റ് ആയിട്ട്? ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് ഇവളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണേണ്. പക്ഷേ ഇപ്പോൾ കോമ്പറ്റീഷൻ ആണെങ്കിൽ ഇപ്പോൾ 1 ഇയർ ആയിട്ടാണ് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് അവള് ഭരതനാട്യത്തിലും ഫോക്കിലും പെർഫോം ചെയ്യുന്നത്. ആദ്യത്തെ പ്രയത്നത്തിൽ തന്നെ കിട്ടിയതിൽ വളരെ സന്തോഷം. അതെ, സന്തോഷം. ടീച്ചറുടെ ഒപ്പം പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ടീച്ചറുടെ സ്റ്റുഡൻസ് ആയിരിക്കുന്ന കുട്ടികൾക്ക് കിട്ടുക എന്നുള്ളത് ശരിക്കും വളരെ സന്തോഷമുള്ളതായിരിക്കും. എത്ര കുട്ടികളാണ് ഈ മത്സരത്തിൽ മുഴുവനായിട്ട് പങ്കെടുക്കുന്നത് ടീച്ചർ? എൻ്റെ കുട്ടികളാണെങ്കിൽ ഈ പ്രാവശ്യം ഇവർ 2 പേരാണ് ഈ സബ് ജില്ലയിൽ മത്സരിക്കുന്നത്. പിന്നെ നമ്മുടെ വൈപ്പിൻ അങ്ങോട്ടേക്കുള്ള സബ് ജില്ലകളിൽ മത്സരിച്ചിട്ടുണ്ട്. അതേപോലെ ബാക്കിയുള്ള സബ് ജില്ലകളിൽ നമുക്ക് പ്രൈസ് വന്നിട്ടുണ്ട്. അടുത്ത ലെവലിലോട്ട് പോകാനുള്ള അർഹതയും നേടിയിട്ടുണ്ട് സ്റ്റുഡൻസ്. വളരെയധികം സന്തോഷത്തിലാണ് അപ്പോൾ കുട്ടികളുടെ ഇതിൽ. അപ്പോൾ തീർച്ചയായിട്ടും നല്ലതുപോലെ നന്നായിട്ട് പ്രയത്നിച്ച് കുട്ടികൾക്ക് ജില്ലാതലത്തിലൊക്കെ മത്സരങ്ങളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് മെട്രോ 7 ന്യൂസിൻ്റെ പേരിൽ. വളരെ നന്ദി. കാരണം എല്ലാവരും അതേപോലെ തന്നെ ഞങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത, അതേപോലെ ഞങ്ങൾ ഇത്രയും സ്നേഹിക്കുന്ന എല്ലാ കാണികൾക്കും, അതേപോലെ മെട്രോനെ ഇത്രയും സ്നേഹിക്കുന്ന കാണികൾക്കും വളരെയധികം നന്ദിയാണ് ഞങ്ങൾ പറയുന്നത്. അതേപോലെ മെട്രോയുടെ അതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച ബാക്കി എല്ലാവരെയും പേരെടുത്ത് പറയാനില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. അതേപോലെ എല്ലാവരെയും ആദ്യം നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.
മാഷാക്കിയ പങ്ക് നിനക്കറിയോ? മറുനാട്ടിലെ നെല്ലൂരിലെ പണിയെടുത്തക്കാരി പിതാക്കന്മാരുള്ളത്. അവർക്ക് ഓരോരുത്തരുടെ മനസ്സിലും എന്റെ മനസ്സിലെ പോലെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ കൊണ്ടുപോലെ നോക്കണമെന്ന്. എന്നിട്ടിപ്പോ നിങ്ങൾ വിഷമിക്കാതിരിക്കെ, നമ്മളെ നമുക്ക് തിരിച്ചു കിട്ടും. വിഷമിക്കാതിരിക്കെ. ഞാൻ പോയി എല്ലാവരും താമസിക്കുന്ന വലിയ ഹോട്ടലിൽ എനിക്കും മുറി കിട്ടി. ആദ്യമൊക്കെ നല്ല പെരുമാറ്റമായിരുന്നു. പിന്നെ അവരെനിക്കൊന്നു കുടിക്കാൻ തന്നു. അത് കുടിച്ച ശേഷം തലയാകെ എന്തോ പോലെ എന്റെ ദേഹത്ത് ഞാനായിരിക്കും ഈ സിനിമയുടെ ഡയറക്ടർ ആൻഡ് നീ ആയിരിക്കും ഈ സിനിമയിലെ നായിക. ഓക്കെ, ഞാനൊരു ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞ സിനിമയായിരിക്കും എടുക്കാൻ പോകുന്നത്. അതിൽ നമ്മുടെ നാടിന്റെ കൾച്ചർ, ട്രഡീഷൻ എന്നിവയ്ക്ക് ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സൗന്ദര്യ സന്ദർഭവും ഞാൻ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അതിനു മുമ്പ് let us meet our producer, Mr. Arun. The director അവർക്ക് കഴിയും എന്താ നേരത്തെ എന്നമാര് ബിസിനസ് പണിനോന്ന്. അത് താൻ ഇവിടെ കാരണം നോക്കിയില്ല. അവസാനം ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ LP വിഭാഗം സംഘനൃത്തത്തിന് ഒരുങ്ങി നമ്മുടെ സുന്ദരി കുട്ടികളെല്ലാം ഇവിടെ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഏത് സ്കൂളാണ്? സംഘനൃത്തം പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ആദ്യമായിട്ടാണ് നമ്മള് സംഘനൃത്തം സ്കൂളിൽ നിന്ന് പോണേ. ഇതിനു മുമ്പ് കളിച്ചിട്ടില്ല? ഡാൻസ് കളിച്ചിട്ടില്ല? ഒറ്റക്ക് കളിക്കാറുണ്ടോ ഡാൻസ്? ആരാണ് ഇത് പഠിപ്പിച്ചത്? നൃത്തം പഠിപ്പിച്ചത് ആരാ? ബീന മിസ്. ബീന മിസ് എവിടെ? ബീന മിസ്. ബീന മിസ് ഈ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പോയപ്പോൾ എങ്ങനെയുണ്ട്? ഇവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. 2 മാസമായി ഞങ്ങൾ തുടങ്ങിയിട്ട്. അതെ, 2 മാസമായില്ലേ പഠിക്കാൻ തുടങ്ങിയിട്ട്? സമ്മാനം വാങ്ങില്ലേ നിങ്ങള്? ഫസ്റ്റ് അടിക്കുന്നേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അനുഗ്രഹ മോളുടെ ഒരു കന്നഡ പദ്യം കേൾക്കാം. അനുഗ്രഹ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കന്നഡ പദ്യ മത്സരത്തിന് പങ്കെടുത്തോ? ഒന്ന് പദ്യം ചൊല്ലാമോ? ചൊല്ലിക്കോ. ನವಮಾಸ ಹೊತ್ತು ನನ್ನನು ಹೆತ್ತು ಸಾಕಿತ ತಾಯಿಗೆ ವಂದನೆ. ನವಮಾಸ ಹೊತ್ತು ನನ್ನನು ಹೆತ್ತು ಸಾಕಿತ ತಾಯಿಗೆ ವಂದನೆ. ಮೈ ಮುರಿದುಡಿದು ನನ್ನನು ಸಲುಹಿ ಬಲಸಿತ ತಂದಕ್ಕೆ ವಂದನೆ. ಮೈ ಮುರಿದುಡಿದು ನನ್ನನು ಸಲುಹಿ ಬಲಸಿತ ತಂದಕ್ಕೆ ವಂದನೆ. ವಿದ್ಯಾ ಬುದ್ಧಿ ಬಾಲ್ಯಕ್ಕೆ ಕಲಿಸಿ ಹರಸಿತ ಗುರುವೇಕೆ ವಂದನೆ. ವಿದ್ಯಾ ಬುದ್ಧಿ ಬಾಲ್ಯಕ್ಕೆ ಕಲಿಸಿ
തുളസി ഹരസിത ഗുരുവേ കെ വന്ദനേ. അപ്പോൾ നന്നായിട്ട് പദ്യം ചൊല്ലി. കൺഗ്രാജുലേഷൻ. താങ്ക് യു.